ഹലോ ഫ്ലൈവിലേഴ്സ്, ഇന്നത്തെ ഏറ്റവും ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ലക്ഷറി ലിമോസിൻ ഉണ്ട് ഏതാണെന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റും പുതിയ BMW 7 സീരീസ് ആണ്. കാരണം പുതിയ ചേഞ്ചോടുകൂടി വന്നത് ഒരു വിയർഡ് ലുക്കിങ്ങിലാണെങ്കിലും ഭയങ്കര പ്രസൻസോട് കൂടിയിട്ട് ഇന്ന് നല്ലൊരു ആക്സെപ്റ്റൻസ് ഉണ്ടായിട്ടില്ല. പക്ഷേ എല്ലാവരും എന്നോട് ചോദിക്കുന്ന വേറെ ചോദ്യമുണ്ട്, ഇങ്ങനെയല്ലാണെങ്കിൽ എന്തുകൊണ്ടാണ് VVIPസും കൺട്രി ഹെഡ്സൊന്നും പുതിയ 7 ഉപയോഗിക്കാത്തത്? അവരത് ഉപയോഗിക്കണ സ്പെഷ്യലായിരിക്കും. ആ സ്പെഷ്യൽ എന്ന് പറഞ്ഞത് സ്പെഷ്യലായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് ബുള്ളറ്റ് പ്രൂഫ് ആക്കണം. അതിന് 7 പറയുന്ന മോഡൽ 7 പ്രൊട്ടക്ഷനാണ്. 7 പ്രൊട്ടക്ഷൻ ഇതിൽ വന്നിരിക്കുകയാണ് പുതിയ മോഡൽ. സോ അതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഓൾ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. സോ ഞാൻ പറഞ്ഞ ആ സ്പെഷ്യൽ വണ്ടിയാണ് ഇത് 7 പ്രൊട്ടക്ഷൻ എന്ന് പറയും. BMW ഗാർഡ് ഡിവിഷൻ പോലെയാണത്. ഇത് ബുള്ളറ്റ് പ്രൂഫ് വേർഷനായിട്ട് വന്നിരിക്കുന്ന BMW പ്രൊട്ടക്ഷൻ എന്നാണ് പറയാറുള്ളത്. അതിൽ വന്നിരിക്കുന്ന ഫ്ലാഗ്ഷിപ്പ് മോഡലാണ് 7 പ്രൊട്ടക്ഷൻ. ഇതിൻ്റെ പുറമെ ഇപ്പോൾ ഉള്ളത് X5 വന്നിരിക്കുന്ന X5 പ്രൊട്ടക്ഷനുമാണ്. സോ ബേസിക്കലി ഇതിപ്പം 6th ജനറേഷൻ ഓഫ് പ്രൊട്ടക്ഷൻ വെഹിക്കിളാണ്. അതും 7 സീരീസ് എല്ലാ തവണ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് 5 വന്നു, 3 വന്നു, പിന്നെ X5 വന്നു. ഇപ്പം 7ഉം X5ലാണ് പ്രൊട്ടക്ഷൻ വരുന്നത്. സോ ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും എന്തൊക്കെ സ്പെഷ്യാലിറ്റി വന്നിരിക്കണമെന്നല്ല നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ലുക്സ് വൈസ് BMW 7 സീരീസിൽ വന്നിരിക്കുന്ന അതേ ലുക്ക് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അത് ഇതിൻ്റെ ഒരു സെക്യൂരിറ്റിയുടെ ഭാഗം തന്നെയാണ്. ഇറ്റ് ഷുഡൻറ്റ് ബി ഡിസ്റ്റിങ് ഫ്രം അതേഴ്സ്. അതുകൊണ്ട് എന്താണോ BMW സ്റ്റാൻഡേർഡ് കാർ വരുന്നത് അതിൽ വന്നിരിക്കുന്ന ലുക്സ് അല്ല, പക്ഷേ കുറച്ച് എലമെൻറ്റ്സ് ഡിഫറെൻ്റ് ആണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. എനിവേ ഇതിൻ്റെ ഒരു പ്രത്യേകത എല്ലാം പറഞ്ഞ് തന്നെ അണ്ടർ ദ സ്കിന്നാണ്. അണ്ടർ സ്കിന്നിൽ എത്രത്തോളം ഇത് ബോളിസ്റ്റിക് ആക്കാൻ പറ്റിയിട്ടുണ്ട്, എത്രത്തോളം സ്ട്രോങ് ആക്കിയിട്ടുണ്ട്, അതാണ് ആക്ച്വലി ഇതിൻ്റെ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ. VR9 എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഗ്ലാസ്സിന് വന്നെങ്കിൽ VR10 റേഞ്ചാണ്. അപ്പോൾ VR9 എന്ന് പറയുമ്പോൾ എത്രത്തോളം തിക്കായിട്ടുള്ള മെറ്റൽസും ഷീറ്റുകളും ഉപയോഗിച്ച് എത്രത്തോളം ബലിസ്റ്റിക് എസ്പെഷ്യലി എക്സ്പ്ലോസീവ്സ് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. അപ്പോൾ അണ്ടർ ബോഡിയെല്ലാം ഫുള്ള് ഹെവി ആയിട്ടുള്ള സ്റ്റീൽ കൊണ്ടുവന്നിട്ടുണ്ട്. കോർ സ്റ്റീലായിട്ടാണ് വന്നിരിക്കുന്നത്. BMW അതിന് കോർ പ്രൊട്ടക്ഷൻ എന്നാണല്ലോ വിളിക്കുന്നത്. ഇനി ഫ്രണ്ടിൽ നമുക്ക് വലിയ മാറ്റമൊന്നും കാണില്ല. BMW LED ലൈറ്റ്, വലിയ ഗ്രില്ല്, ഈ ലൈറ്റെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ഈ ബോണറ്റ് മുതൽ എല്ലാത്തിലും മാറ്റങ്ങളുണ്ട്. ബോണറ്റ് ഹെവിയാണ്, അണ്ടർ ബോഡി ഹെവിയാണ്. ആക്ച്വലി ഈ ഒരു സൈഡ് പാനലെല്ലാം തന്നെ അണ്ടർ ദ സ്കിൻ എല്ലാത്തിലും ഹെവിനെസ് ഉണ്ട്. പക്ഷേ മെയിൻ പ്രൊട്ടക്ഷൻ വരുന്നത് ഈ കമ്പാർട്ട്മെൻറ്റിലാണ്. കമ്പാർട്ട്മെൻറ്റിൽ തന്നെ കംപ്ലീറ്റ്ലി റീഇൻഫോഴ്സ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള. സാധാരണ അങ്ങനെ വരുമ്പോഴുള്ള കുറച്ചുള്ള ഡ്രോബാക്സ് എന്ന് വെച്ചാൽ കുറച്ചുള്ളിലെ സ്പേസ് എല്ലാം കുറയും. കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും കമ്പാരിറ്റീവ്ലി. പക്ഷേ നമുക്ക് സിഗ്നിഫിക്കൻ്റ്ലി മാറ്റങ്ങളും തോന്നാത്ത രീതിയിൽ വന്നിട്ടില്ല. പിന്നെ വലിയൊരു മാറ്റമുള്ളത് ഗ്ലാസ്സിലാണ്. ഇപ്പോൾ ഗ്ലാസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ A8 അതിൽ കാണിച്ചിട്ടുണ്ട്. ലാമിനേഷനാണ്. ഇതൊരു 7 ലെയറിലുള്ള ലാമിനേഷനിലാണ് നിൽക്കുന്നത്. അത് ശരിക്കും ഇവിടെ തുറന്നു കഴിഞ്ഞാൽ 7 ലെയറിലുള്ള ഗ്ലാസ് കാണാൻ പറ്റും. ഇത്രയും 7 ലെയറിലുള്ള ഗ്ലാസ്സുകളിൽ വന്നിരിക്കുന്ന പ്രൊട്ടക്ഷനിലാണ് VR10 വരുന്നത്. സ്നൈപ്പർ ഗണ്ണിൻ്റെ ഷോട്ട് വരെ ഉള്ളിലെത്താത്ത രീതിയിലുള്ള. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഗ്ലാസ്സായി മാറ്റുമ്പം ഇതിൻ്റെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ സാധാരണ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഒരു കസ്റ്റമൈസേഴ്സ് ചെയ്യുന്ന ബുള്ളറ്റ് പ്രൂഫ് ആണെങ്കിൽ ഒരിക്കലും അവരുടെ ആ സിസ്റ്റത്തിന് ഇത് താത്താൻ പറ്റുന്ന രീതിയിലാവില്ല. ഇത്രയെല്ലാം കുറയ്ക്കാൻ താത്താനേ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഫുള്ളി താത്തി പൊക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത് ഈ കോമ്പറ്റീറ്റേഴ്സായിട്ടുള്ള ബ്രാൻഡിലുണ്ട്. കാരണം മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണങ്ങളാണത്. പിന്നെ ഇവിടെയെല്ലാം തന്നെ ആക്ച്വലി ഡോറിൻ്റെ തിക്നെസ് കൂടിയുണ്ട്. ഉള്ളിൽ അത്രയും വലിയ സ്റ്റീലും കാര്യമെല്ലാം വരുന്നുണ്ട്. റിയറിൽ ശരിക്കും ഇവിടെല്ലാം തന്നെ ഒന്നുമില്ല. ഗ്ലാസ് പുറമേ കാണുന്നുള്ളൂ, ഉള്ളിൽ പ്രൊട്ടക്റ്റഡ് ആണ്. ആക്ച്വലി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി ബ്ലൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ മെയിൻ ആൾ ആരാണെങ്കിലും ആ VIP മെയിൻ കസ്റ്റമർ ടാർഗറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്ക് വ്യൂ കുറയാൻ വേണ്ടിയിട്ടാണ്. പുറത്തേക്കുള്ള വ്യൂ അല്ല, അകത്തേക്കുള്ള വ്യൂ. പുള്ളിക്ക് കട്ട് ഓഫ് ആവും. പുറത്തേക്കുള്ള വ്യൂ ഇത്രയും കാണും. ഇവിടെ ബ്ലൈൻഡ് ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആവും. പിന്നെ സൺറൂഫോ ഗ്ലാസ്സോ ഒന്നും ടോപ്പിലില്ല. ഇതും എഗെയിൻ സ്റ്റീലാണ് വന്നിരിക്കുന്നത്. ഈ സ്റ്റീലിൻ്റെ തിക്നെസ് കൂടുതലാണ്. മേലെ നിന്നുള്ള വല്ല ഷോർട്ട് വരുന്നെങ്കിലും ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും അതേപോലെ തന്നെ നിർത്തിൻ്റെ വെയിറ്റ് കൂടിയെങ്കിലും സസ്പെൻഷൻ റീഫോഴ്സ്മെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ടയറിലാണ് വലിയൊരു മാറ്റമുള്ളത്. സാധാരണ എല്ലാ ഇതിലും വന്നിരിക്കുന്ന 19 ഇഞ്ച് വരെയുള്ള അലോയ്സ് ആണെങ്കിൽ BMW 20 ഇഞ്ച് ഓഫർ ഉണ്ട്. അതിനനുസരിച്ചുള്ള മിഷലിൻ്റെ ബുള്ളറ്റ് പ്രൂഫ് ടയറാണ് വന്നിരിക്കുന്നത്. ഫാക്സ് എന്ന് പറഞ്ഞ ടയറാണ്. അപ്പോൾ ആ ടയറിൽ വന്നിരിക്കുന്ന 20 ഇഞ്ച് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇത് പ്രൊട്ടക്ഷന് മാത്രം വന്നിരിക്കുന്ന ഡിസൈനാണ്. ടയർ വന്നു കഴിഞ്ഞാൽ ടയറിൻ്റെ ഉള്ളിൽ ആക്ച്വലി എയർ നിറച്ചെങ്കിലും അതിൻ്റെ ഉള്ളൊരു കുഷനായിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്. അത് വീലിനോട് ചേർന്നിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബുള്ളറ്റ് ഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ 30 കിലോമീറ്റർ വരെ 80 സ്പീഡിൽ പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ ടയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കുറച്ച് ഒരു ചെറിയ ഫ്ലാപ്പ് കാണാം. അത് മാക്സിമം ചളിയൊന്നും ബോഡിയിലേക്ക് അടിക്കാതിരിക്കാനും ആ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു ബ്ലിങ്കേഴ്സ് എല്ലാം വന്നിരിക്കുന്നത് എല്ലാം തന്നെ ഓപ്ഷണലാണ്. നമുക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് മറ്റേ ബ്യൂഗിൾ ലൈറ്റ് വയ്ക്കാൻ പറ്റും, ഉള്ളിൽ പറഞ്ഞവർ വയ്ക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് കസ്റ്റമൈസേഷനെ ചെയ്തുള്ളൂ. വേണ്ട രീതിയിൽ എല്ലാ കസ്റ്റമൈസേഷനും ചെയ്യാൻ പറ്റും. ബൂട്ട് തുറന്നു കഴിഞ്ഞാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. ഇത് മെയിൻലി
ഫയർ എക്സ്റ്റിങ്ക്വിഷൻ സിസ്റ്റമാണ്. ഇത് ഇപ്പോൾ കൂട്ടി വെക്കുന്നതാണ്, ഇപ്പോൾ തുറന്ന് വെച്ച് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇതും ഓപ്ഷണലാണ്. നമുക്കിത് വണ്ടീൻ്റെ മേലെ ഉള്ള അല്ലെങ്കിൽ പുറത്തുള്ള ഫയറെല്ലാം തന്നെ ഈ എക്സ്റ്റിങ്ക്വിഷനിൽ ഉള്ളിൽ നിന്ന് കൺട്രോൾ ചെയ്തിട്ട് പെട്ടെന്ന് കിടത്താൻ പറ്റുന്ന രീതിയിലുള്ള. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു പ്യുവർ എയർ ഒരു 3 മിനിറ്റിനുള്ള, പലരും തെറ്റിയിട്ട് 3 hours വരും, 3 മിനിറ്റിനുള്ള പ്യുവർ എയർ സപ്ലൈ ഉണ്ടാവും. അത് പുറത്തുള്ള ടോക്സിക് എയർ ഒഴിവാക്കിയിട്ട് ആ ഒരു സമയം ആളുകൾക്കുള്ളിൽ ശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അവിടെ തന്നെ നിൽക്കില്ല, നമ്മുടെ സിറ്റുവേഷനിലേക്ക് എടുത്ത് പോവുകയേ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന രീതിയിലല്ല ഉള്ളത്. ഇപ്പോൾ ഈ ഒരു പെർഫോമൻസ് ഇത്രയും വെയിറ്റ് കൂടുമ്പോൾ ഏകദേശം 4.5 ടൺ ഉണ്ട്. പെർഫോമൻസ് കൂടണം, അതിനനുസരിച്ച് V8 മാത്രമേ ഇതിൽ ഓപ്ഷനുള്ളൂ. അതും തന്നെ 5.2 സെക്കൻഡ്സ് ക്വിക്നെസ്സിൽ പോകാൻ പറ്റും. സാധാരണ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി ടോപ്പ് സ്പീഡ് കൂടുതലാണ്, 210 വരുന്നുണ്ട്. ബാക്കി കോമ്പറ്റീറ്റേഴ്സ് 190 200 എല്ലാം ഓഫർ ചെയ്യുന്നത്. എനിവേ ഉള്ളിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്, ആ ഉള്ളിലേക്ക് വന്നിട്ട് തന്നെ നോക്കാം. നിങ്ങൾ ഇവിടെ നോക്കിക്കോളൂ, ഞാൻ അപ്പുറത്തുനിന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഹെവി ഡോറാണ്. അപ്പോൾ ഹെവി ഡോറായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അടിക്കാനും തുറക്കാനും പറ്റില്ല. നമ്മൾ നേരത്തെ കണ്ട ഇവിടെ ഒരു പാനലിലായിരുന്നു ഫുള്ള് കൺട്രോൾ ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ഫുള്ള് ടച്ച് പാനൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എയർ ബാഗ് ഓഫ് അതെല്ലാം ചില സമയത്ത് ആവശ്യമുണ്ട്, അലാമുണ്ട്, അതുപോലെ തന്നെ ഫയർ എക്സ്റ്റിങ്ക്വിഷൻ സിസ്റ്റം ഉണ്ട്, പ്യുവർ എയർ ഇതാക്കുന്നത്, അതുപോലെ തന്നെ ബ്യൂഗിൾ ലൈറ്റ് കത്താനുള്ള പുറത്തുള്ള ലൈറ്റിൻ്റെ കൺട്രോൾസ്, ഇതെല്ലാം ഇവിടെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡ്രൈവറിന് എമർജൻസി ആയിട്ടുള്ള ചില സിസ്റ്റംസ് ഉണ്ട്, അത് ഓപ്ഷൻ ചെയ്യാണ്, അതും ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആണല്ലോ. ബാക്കി ഇൻറ്റീരിയറിൽ കയറുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു സ്പേസ് കുറവുള്ള പോലെയോ അല്ലെങ്കിൽ ക്രാംഡ് ആയിട്ടൊന്നും തോന്നില്ല. അത് ഞാൻ നോക്കിയപ്പോൾ മുമ്പുണ്ടായിരുന്ന പോലെ തന്നെ S ക്ലാസ്സിലാവട്ടെ A8 അത് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇത് അവർ മീൻ ചെയ്യുന്നത് ആഫ്റ്റർ മാർക്കറ്റ് കസ്റ്റമൈസ് ചെയ്യുന്നവർ പലരുണ്ട്. അപ്പോൾ അവർക്ക് പൊതുവേ ഈ ഒരു ബാലിസ്റ്റിക് ഇതെല്ലാം ചെയ്യുമ്പോഴേക്ക് തിക്നെസ് കൂടിയിട്ടുള്ള ഉള്ളിൽ സ്പേസ് കുറേ ക്രാംഡായിട്ട് ഇരിക്കേണ്ടി വരും. ഉദാഹരണം പറയുമ്പോൾ നമ്മൾ സൽമാൻ ഖാൻ്റെ ലാൻഡ് ക്രൂസറും നിസാൻ പെട്രോളെല്ലാം ഉണ്ട്, പുള്ളിപ്പോൾ റീസെൻ്റ്ലി എടുത്ത് ബുള്ളറ്റ് പ്രൂഫ് വണ്ടി എന്നുള്ളത്, അതെല്ലാം ആഫ്റ്റർ മാർക്കറ്റാണ്. അപ്പോൾ അതിലെല്ലാം നമുക്ക് കാണാം ഗ്ലാസ്സെല്ലാം കുറേ കൂടി ചെറുതായി വരുത്തുന്നു, ലാമിനേഷൻ കൂടും. ഇവിടെ കുറച്ചുകൂടി അതെല്ലാം കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ളത്. എന്നാലും അതിനൊന്നും ഒരിക്കലും ഇത്രയും ഒരു ലെവലിലുള്ള ബാലിസ്റ്റിക് പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല. BR9 അതിന് തന്നെ VR9 ഒന്നും എത്തില്ല. അപ്പോൾ അതെല്ലാം ചെയ്യണമെങ്കിൽ കമ്പനി വേറെ തന്നെ വേണം. പ്രൈസ് കൂടും, ഇഷ്ടമുള്ള രീതി കസ്റ്റമൈസ് ഇഷ്ടമുള്ള രീതിയിൽ ഇൻറ്റീരിയർ സെലക്ട് ചെയ്യാം. ഏറ്റവും ടോപ്പ് ഇൻറ്റീരിയറാണ് വന്നിരിക്കുന്നത്. ട്രിം ലെവലും ലെതറിൻ്റെ കളറും ഓപ്ഷൻസ് എല്ലാം നമുക്ക് സെലക്ട് ചെയ്യാവുന്നത്. അത് എക്സ്റ്റീരിയറിലും ഒരു 12 കളേഴ്സ് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ കൂടുതലും ബ്ലാക്ക്, വൈറ്റ്, പിന്നെ ഗ്രേ, പിന്നെ ഡാർക്ക് ബ്ലൂ, ഇത്രയാണ് കളർ ഓപ്ഷൻസ് വരുന്നതായിട്ട് ഇവർ പറയുന്നത്. ഇൻറ്റീരിയറിൽ ഏറ്റവും ആൾക്കാർ ചൂസ് ചെയ്യുന്നത് ഡാർക്ക് കളേഴ്സാണ്. അതിന് വേറൊരു കമ്പനിയുടെ ആളിൻ്റെ അടുത്ത് പറഞ്ഞ് ഡാർക്ക് കളറാകുമ്പോൾ പുറത്തേക്ക് എടുത്ത് കാണിക്കില്ല, മറ്റേ വൈറ്റ് കളറോ ബീജിലാകുമ്പം ഉള്ള ആളുകളെ പുറത്തേക്ക് കാണിക്കും എന്നുള്ളതാണ്. അതിന് പല വേർഷൻസും ഉണ്ട്. എനിവേ ഇതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇത് ഇരുന്ന് പറയാമെന്നല്ല, നമുക്കിപ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. ഒന്നാമത് ഇവർ ടെസ്റ്റ് ഡ്രൈവ് കാര്യം നടത്തിയതിന് മുമ്പ് S-ഗാർഡിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായിട്ടുള്ള കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഇവർ ടയർ പഞ്ചറായി കഴിഞ്ഞാലും അതുപോലെ തന്നെ ഈ പറഞ്ഞ സിറ്റുവേഷൻ വന്നാലും എടുത്തു പോകുമ്പോൾ ആ വെയിറ്റോ അല്ലെങ്കിൽ ആ പഞ്ചറാകുമ്പോഴുള്ള അൺസേഫ് ആയിട്ടുള്ള സിറ്റുവേഷനൊന്നും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ സാധാരണ ഒരു വണ്ടി ഓടിച്ചു പോകുമ്പോഴുള്ളതിനേക്കാളും കുറച്ചുകൂടി സേഫായി തോന്നും ഈ പ്രൊട്ടക്ഷൻ വെഹിക്കിൾ ഓടിക്കുമ്പോൾ. അതിനനുസരിച്ച് ടയറും കാര്യമെല്ലാം ഉണ്ട്. പിന്നെ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും അവർ സ്റ്റാൻഡേർഡായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. സോ ഇതാണ് BMW പ്രൊട്ടക്ഷൻ. സോ ദിസ് ഇസ് ദ 7 പ്രൊട്ടക്ഷൻ. പ്രൈസ് ഡിസ്ക്ലോസ്ഡ് അല്ല, കാരണം ഇത് കസ്റ്റമൈസബിൾ ആണ്, ക്ലാസിഫൈഡ് ആണെന്ന് പറഞ്ഞ് കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളവർക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രൈസ് പറയുള്ളൂ. എന്തായാലും ഇത് ബോങ്കർ പ്രൈസിങ് ആയിരിക്കും. നമുക്ക് കോമ്പറ്റീഷനിൽ വെച്ച് നോക്കുകയാണെങ്കിൽ 7 crores 8 crores എന്തായാലും മിനിമം വരും, പിന്നെ അതിനനുസരിച്ചിട്ട് കൂടുകയുള്ളൂ. പിന്നെ ഇത് നമ്മൾ ഇന്ത്യയിൽ ഇങ്ങനെ വണ്ടി നമുക്ക് പൈസ ഉണ്ടെങ്കിലും വാങ്ങാൻ പറ്റില്ല. അതിന് കുറച്ച് ലീഗലിറ്റീസ് ഉണ്ട്. കാരണം ബുള്ളറ്റ് പ്രൂഫ് വെഹിക്കിൾ ഉപയോഗിക്കുന്നത് നമുക്ക് അതിനനുസരിച്ചുള്ള ത്രെട്ട് ഉണ്ട്. അതുപോലെ തന്നെ പോലീസ് റിപ്പോർട്ട്സും കാര്യമെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് ഓരോ കാറ്റഗറി ഓഫ് സെക്യൂരിറ്റി ഉണ്ട്. Z കാറ്റഗറി ആയിട്ട് ടോപ്പുള്ള, അതിൻ്റെ താഴേക്കുള്ള Y, അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഏതിലാണ് പെടുന്നത്, ആ പെടുന്നതനുസരിച്ച് നമുക്ക് ബുള്ളറ്റ് പ്രൂഫ് ചെയ്യാനും പറ്റുള്ളൂ. എല്ലാം നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ബുള്ളറ്റ് പ്രൂഫ് വണ്ടി കാണാറില്ല, പൈസ കൊണ്ടുവന്ന വണ്ടിയില്ലേ, ആ മെഷീൻസിലുള്ള അങ്ങനത്തെ ബാങ്കിൻ്റെ ഇതിലെല്ലാം ബേസിക്കലി ബുള്ളറ്റ് പ്രൂഫ് വണ്ടികൾ ഉപയോഗിക്കുന്നത്. സോ ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ കാർ. സോ ഇഫ് യു വാണ്ട് ടു ഫീൽ സ്പെഷ്യൽ ഇൻ ദ റിയൽ മീൻസ് ആസ് എ popular person, VIP or ruler, there will be a car.